ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളൊരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതും ഇത്രയും നാൾ ചെയ്ത മാതിരത്തെ ഷോപ്പിംഗ് വ്ളോഗോ അല്ലെങ്കിൽ അങ്ങനത്തെ വ്ളോഗൊന്നുമല്ല, കുറച്ച് ഡിഫറെൻ്റാണ്. കാരണം ഇന്ന് അനുപേട്ടന് ഓർഡർ ചെയ്തിട്ടുള്ള ബൈക്ക് ഡെലിവറി ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അനുപേട്ടൻ പറഞ്ഞിട്ട് വിച്ചുട്ടനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ഞാനും വിച്ചുട്ടനും കൂടി റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയിട്ട് ബൈക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനുപേട്ടൻ ഓൾറെഡി അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ ബൈക്കിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത്, അങ്ങനെ അനുപേട്ടൻ എനിക്ക് 1-2 ഫോട്ടോ അയച്ചെന്ന് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആ ബൈക്ക് നേരിട്ട് കാണാനും അഡ്വാൻസ് കൊടുക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അനുപേട്ടൻ്റെ ഒരു കസിൻ വർക്ക് ചെയ്യുന്ന ഷോറൂമും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ അവനും അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ബൈക്ക് കണ്ടു, അഡ്വാൻസും കൊടുത്ത് നമ്മൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് ഇന്നാണ് ഇപ്പോൾ അവർ നമ്മളുടെ അടുത്ത് 5 o'clock വണ്ടി റെഡിയാണ്, കീ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ഒരു 5:15 ആയപ്പോൾ അമ്മയും അച്ഛനും ഞാനും വിച്ചുട്ടനും കൂടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ വന്ന നേരത്ത് ബൈക്ക് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അപ്പോഴാണ് വിച്ചുട്ടനാണെങ്കിൽ ഇന്ന് നല്ല പനിയുണ്ട്. പനിയെന്ന് വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ തൊട്ട് നല്ല ചൂടുണ്ട്. രാത്രി ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവനൊന്ന് ഉഷാറായ സമയത്താണ് നമ്മൾ ഷോറൂമിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ വിച്ചുട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അവനെനിക്ക് ഷോറൂമിൻ്റെ വീഡിയോ എടുത്ത് തരാമെന്നും പറഞ്ഞ് ക്യാമറയും കൊണ്ടുപോയതാണ്. ഫുള്ള് ബ്ലറാക്കിയിട്ടും ഷെയ്ക്കാക്കിയിട്ടുമാണ് അവൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ഞാനത് എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇങ്ങനെ എടുത്തിട്ടാണല്ലോ അവർ ഇമ്പ്രൂവ് ആവുന്നത്. അപ്പോൾ എന്തായാലും അവന് ഇഷ്ടപ്പെട്ട ബൈക്കെല്ലാം അവൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷെ അവനെ വീഡിയോയിൽ കാണിക്കുന്നത് അവന് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ കുറേ നേരം വിച്ചുട്ടൻ്റെ ഓരോ കോപ്രായങ്ങളൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ബൈക്ക് എത്തി. ഇതാണ് കേട്ടോ അനുപേട്ടൻ വാങ്ങിയ ബൈക്ക്. അന്ന് കണ്ട ബൈക്കിനെക്കാട്ടിലും അന്ന് ഈ സെയിം മോഡൽ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് കണ്ടപ്പോഴത്തേക്കാട്ടിലും ഇന്ന് ഇതാണ് എനിക്ക് ഇഷ്ടമായത്. എനിക്ക് തോന്നുന്നു അന്ന് ബാക്ക് റെസ്റ്റോ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഗ്ലാസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് കണ്ടേ. പക്ഷെ ഇന്ന് അതെല്ലാം കൂടി വന്നപ്പോൾ ഒരു നല്ല സ്റ്റൈല് വന്നു കേട്ടോ. പിന്നെ അനുപേട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അനുപേട്ടൻ ഇല്ലല്ലോ, എനിക്ക് ബൈക്കിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചുട്ടനെ ബൈക്കിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി കുറേ ഫോട്ടോസും. ഇതാണ് കേട്ടോ അനുപേട്ടൻ്റെ ഫ്രണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അനുപേട്ടൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. കാരണം അവന് ഭയങ്കര ആഗ്രഹമാണ് അച്ഛൻ്റെ കൂടെ ബൈക്കിൽ റൈഡിന് പോകണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ ബൈക്ക് നാട്ടിൽ വെക്കില്ല, പുള്ളി കൊണ്ടുപോകും. പിന്നെ അവിടെ പോകുമ്പോൾ നമുക്ക് കയറിയിരിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. അങ്ങനെ അപ്പോഴാണ് അറിഞ്ഞത് അവരുടെ ഹണ്ടർ എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ എത്രയോ നമ്പർ ഓഫ് ബൈക്ക്സ് സെയിൽ ചെയ്തതിൻ്റെ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ബൈക്ക് റിസീവ് ചെയ്യാൻ പോയത്. അപ്പോൾ അങ്ങനെ ആ നേരത്ത് നമ്മളോടൊക്കെ അവരുടെ ആ ഒരു സെലിബ്രേഷനിൽ പങ്കുചേരണം എന്ന് പറഞ്ഞാൽ വിച്ചുട്ടനെ കൊണ്ടാണ് കേട്ടോ അവർ കേക്ക് കട്ട് ചെയ്യിച്ചാൽ. അവൻ മാത്രമേ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അനുപേട്ടൻ്റെ ഫ്രണ്ട്സ് ഒന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കി കേട്ടോ. കാരണം എനിക്ക് ഈ പരിപാടി അറിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹെൽമെറ്റും ചൂസ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം കാറായാലും ബൈക്കായാലും നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫസ്റ്റ് ബൈക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ലൈഫിലൊരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ ബൈ.